അപ്പോൾ ഇന്നത്തെ ലൈവിൽ പുതിയ ഫാമിലി വന്നിരിക്കുകയാണ്. ഫാമിലി ആരുടെ ഫാമിലിയാണെന്ന് പറയുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും വിചാരിച്ച് ഡ്രൈ ഡേ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് അതാ ഒരു മണി കൊടുക്കുന്നത്, പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ലേറ്റ് ആയതൊക്കെ കൊണ്ട് എല്ലാവരും ഉറക്കമാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ആരും ഇനി എഴുന്നേറ്റില്ല. അപ്പോൾ ഡാൻസ് കളിക്കാനൊന്നും ആർക്കും അത്ര ഉഷാറില്ല. അപ്പോൾ അതിലിടക്ക് പിന്നെ എല്ലാവരും പറഞ്ഞ് ജാസ്മിൻ നിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, വാ എണീക്കെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ജാസ്മിൻ ഇല്ല, എനിക്ക് ഉറങ്ങണം, പിന്നെ ഇന്ന് എൻ്റെ വീട്ടുകാർ വരണ്ട, എനിക്ക് ഉറങ്ങണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ ജാസ്മിൻ വീട്ടുകാർ വരുന്നതിനെക്കാട്ടിയും കൂടുതൽ ഉറക്കത്തിനോടുള്ള ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അറിയാം ഇന്ന് എൻ്റെ വീട്ടുകാർ വരും എന്നറിയാം, പക്ഷേ എങ്കിൽ ജാസ്മിൻ എണീക്കാൻ തയ്യാറല്ല. അപ്പം ജിൻഡോ ഒക്കെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എഴുന്നേക്കാനൊരു കട്ടിൽ നിന്ന് എഴുന്നേക്കാനൊരു മടി, അത്രയേ ഉള്ളൂ. എല്ലാവരും ഡ്രൈ ഡേ ആണെന്ന് ഉച്ചവരെ ഉറങ്ങാമെന്ന് വിചാരിച്ച പ്രതീക്ഷകളെല്ലാം ബിഗ് ബോസ് തകിടം മറച്ചു കൊടുത്തു. അപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാർ വരുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോഴാണ് ആരൊക്കെയാണ് വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ആരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് 1 അല്ല 2 അല്ല 3 സർപ്രൈസാണ് കൊടുത്തത്. കാരണം 3 ആൾക്കാരുടെ വീട്ടിൽ നിന്നാണ്. നമ്മൾ അഭിഷേകിൻ്റെ അച്ഛനും പിന്നെ സിജോയുടെ അച്ഛനും പിന്നെ നോറയുടെ ഉപ്പയുമാണ് വന്നത്. അങ്ങനെ 3 ആൾക്കാരാണ് വന്നത്. അവരെയൊക്കെ അച്ഛന്മാരാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ എന്താ പറയണ്ടത്, ഒരുമിച്ചൊരു സർപ്രൈസ്. ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊരു സർപ്രൈസ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവരിങ്ങനെ അകത്ത് കയറി വരുന്നുണ്ട്. വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും പുറത്ത് വന്ന് അവരെ സ്വീകരിച്ചു. അപ്പോൾ ആരൊക്കെ വന്നിന് വേറെ ആരൊക്കെ വന്നിനും ചോദിച്ചാൽ എല്ലാവരും പറയുന്നത്, എല്ലാ പാരൻസും പറയുന്നത് ഇല്ല വേറെ ആരും വന്നിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവരെ അമ്മമാരും വരുന്നുണ്ടാവും. പക്ഷെ അത് പിന്നെ ആയിരിക്കും. ചിലപ്പോൾ ഓരോരുത്തരായിട്ട് 3 ആൾക്കാരെ അമ്മമാർ സെപ്പറേറ്റ് ആയിട്ട് കയറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഏത് സ്റ്റോർ റൂം വഴിയെല്ലായിരിക്കും. അഭിഷേകിൻ്റെ സിസ്റ്റർ ആവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ എല്ലാവരും എൻ്റർ ചെയ്ത് അവരോർക്ക് സന്തോഷമൊക്കെ പങ്കുവെച്ചു. പിന്നെ അവരെ ആരും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ബിഗ് ബോസ് എന്തോ ഒരു സർപ്രൈസ് കൂടെ വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ലൈവിൽ അവർ വന്നിട്ടാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരകത്ത് പോയി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അഭിഷേകിൻ്റെ അച്ഛൻ സൂപ്പറാണ് കേട്ടോ. നല്ല എന്താ പറയണ്ടേ, നീ എപ്പം ഈ ബീൻ ബാഗിൽ തന്നെ ഇരുന്നാൽ മതിയോ, എഴുന്നേറ്റ് കളിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അഭിഷേക് ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ് എനിക്ക് തോന്നി. വന്ന സമയത്ത് കുറച്ച് പുറത്ത് എന്തൊക്കെയോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി വന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷെ ഇപ്പോൾ അകത്തെത്തിയ ആൾ കുറച്ച് സൈലൻ്റ് ആണ്. പക്ഷേങ്കിൽ നല്ലൊരു ബിഗ് ബോസിന് പറ്റിയ ഒരു ആളായിരുന്നു അഭിഷേക്. പക്ഷെ എന്തൊക്കെയോ ഒന്ന് പോയതുപോലെ ഉണ്ടായിരുന്നു അഭിഷേക്. അപ്പോൾ അതൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, ബീൻ ബാഗിൽ തന്നെ ഇരുന്നാൽ ഒന്ന് കളിക്കണം. അഭിഷേകിൻ്റെ അച്ഛൻ മാറുന്നൊക്കെ ഉണ്ട്. അഭിഷേകിൻ്റെ അച്ഛൻ ആൾ സൂപ്പറാണ് കേട്ടോ, എല്ലാവരെക്കാട്ടും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ജാസ്മിൻ ഇവരെയൊക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ജാസ്മിൻ്റെ എന്താ പറയുക കൺട്രോൾ വിട്ടുപോയി. ജാസ്മിൻ പുറത്തിരുന്ന് സങ്കടപ്പെട്ട കാര്യം തന്നെ. ജാസ്മിൻ വിങ്ങി പൊട്ടുവാണ്. അത് കാണുമ്പോൾ വലിയ പ്രേക്ഷകരായ നമുക്കും ഉള്ളിലൊരു സങ്കടം. കാരണം എന്നെ ആയിരിക്കും വേണ്ടി, എൻ്റെ വീട്ടിൽ നിന്നാരും വരുന്നില്ല, ഞാനിവിടെ ഒറ്റക്കായി പോയി. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി. പിന്നെ പുറത്തിപ്പം ഞാൻ ഈ കാണിക്കുന്നതൊക്കെ പുറത്ത് നെഗറ്റീവായിട്ടാണോ, അതായത് പോയത് ഗബ്രീൻ്റെ കോംബോ. അപ്പോൾ വീട്ടുകാർ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക, അപ്പോൾ അതുകൊണ്ട് അവർ വരൂലേ എൻ്റെ ഇത് കൊണ്ട്, എൻ്റെ മാത്രം വീട്ടുകാരാണോ വരാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ജാസ്മിൻ ആകെ സങ്കടത്തിലാണ് ഉള്ളത്. പിന്നെ ഫാമിലീനെ കാണാത്ത എല്ലാവരുടെ ഫാമിലിയും വന്ന് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഫാമിലി മാത്രം വരുന്നില്ല, അവരെ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ഒരു ഇതിലാണ് ഇപ്പോൾ ജാസ്മിൻ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത്. ജാസ്മിൻ്റെ ആ സങ്കടം കാണുമ്പോൾ നമുക്കും ഉണ്ട് കേട്ടോ സങ്കടം. ശരിക്കും ജാസ്മിൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ആ പുറത്ത് പോളിംഗ് ഉണ്ട്, ആരാണ് ഔട്ടാണെന്നുള്ളതിലല്ല ജാസ്മിൻ്റെ പേര് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ ജാസ്മിൻ ഒരു നല്ല പ്ലെയർ ആണ്. പക്ഷേ എങ്കിൽ ഗബ്രി കോംബോ പിടിച്ചുകൊണ്ടാണ് ജാസ്മിൻ അവിടെ ഒതുങ്ങിപ്പോയത്. ഗബ്രി ജാസ്മിൻ കോംബോ ഇല്ലെങ്കിൽ ജാസ്മിൻ ടോപ്പ് 5 എത്തും എന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. അവിടെയുള്ള ലേഡീസ് കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ പവറുള്ളത് ജാസ്മിൻ തന്നെയാണ്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന രീതികളാണെങ്കിലും. അപ്പോൾ ബാക്കിയുള്ള പാരൻസൊക്കെ അകത്തിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ടോപ്പ് 5 എത്തുന്ന ആയിരിക്കും കപ്പടിക്കുക എന്നുള്ള സാധ്യത പുറത്തെങ്ങനെയാണെന്നുള്ളൊരു അഭിഷേകിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. എല്ലാവരും 14 പേരും കപ്പടിക്കണം എന്നാണ് സാധ്യത. അപ്പോൾ സായി പറയുന്നുണ്ട്, ഒരു ചെറിയ ഗ്ലൂ ഒന്നും പറയില്ല അല്ലേ, ഒരു ചെറിയ ഗ്ലൂ വന്നാൽ മതി. അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ ചിരിക്കുന്നു. ആൾ തഗ്ഗാണ് കേട്ടോ. അപ്പോൾ നോറയുടെ ഉപ്പ വന്നിരുന്നു. അപ്പോൾ നോറ ഉപ്പേൻ്റെ അടുത്തിരുന്ന് കരയുന്നതാണ്. അപ്പോൾ നോറേൻ്റെ ഉപ്പ എല്ലാവരോടും സംസാരിക്കുന്നതാണ്. അതിലിടക്ക് ജാസ്മിൻ വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഉപ്പ ഒന്നും വരൂലേന്ന്. അപ്പോൾ നോറേൻ്റെ ഉപ്പ പറയുന്നുണ്ട്, വരും, എല്ലാവരും പാരൻസും വരും, സങ്കടപ്പെടേണ്ട. അതേമാതിരി എല്ലാവരും വന്ന് ഇനി എൻ്റെത് ആരും വന്നില്ല. അപ്പോൾ പറയും വരുന്നുണ്ടാവും.
അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പം നോറേൻ്റെ ഉപ്പയായ ഞാൻ വരുമെന്ന് നോറ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നോറേൻ്റെ ആര് വന്നാലും ഉപ്പയായ ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാൻ വന്നില്ലേ, അപ്പോൾ ഇതൊക്കെ വരും, സംഭവിച്ചോളും. അപ്പോൾ അൻസിബ പറയുന്നുണ്ട് നോറ എപ്പോൾ ഉപ്പ എന്നാ പറയും, ഉപ്പ മിണ്ടിയില്ല അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ പറയും ഞാൻ വരുന്നതിൻ്റെ അടുപ്പിച്ച് മിണ്ടിയില്ലല്ലോ, പിന്നെ ആ സമയത്തല്ലേ മിണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് അൻസിബ പറയും. അപ്പോൾ പറയും അതൊക്കെ ഇപ്പോൾ ശരിയായില്ലേ, അതൊക്കെ ഒരു കളീൻ്റെ ഭാഗമല്ലേ, അല്ല ഒരു ജീവിതത്തിൻ്റെ ഭാഗമല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അഭിഷേകിൻ്റെ അച്ഛൻ ഭയങ്കര തഗ്ഗാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ വരുന്നുണ്ട്, അവർ ചെന്നൈയിലെത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ഹൗസിനുള്ളിൽ കയറാനാണ് സാധ്യത. അപ്പം നമുക്ക് നാളെയാണ് ലൈവിൽ കാണിക്കുക. അപ്പോൾ പക്ഷേ ജാസ്മിനത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ജാസ്മിൻ സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, അവർ വന്നിട്ടുള്ള സംസാരത്തിനെല്ലാമായിട്ട് കാത്തിരിക്കാം. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സിനായി വെയിറ്റ് ചെയ്യാം.